മരണാനന്തര ജീവിതം എന്ന് പറയുന്ന ഒരു സാധനമില്ല. മരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് ഉണ്ട്, കാർഡിയാക് ഡെത്ത് ഉണ്ട്. അത് ക്രമേണ സംഭവിക്കുന്നതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ പല അവയവങ്ങളും നിങ്ങൾക്ക് ദാനം ചെയ്യാൻ സാധിക്കും. കണ്ണ് ദാനം ചെയ്യാൻ സാധിക്കും, ത്വക്ക് ദാനം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും കുറേ സമയത്തേക്ക് നിങ്ങളുടെ കരൾ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ത്വക്ക് അറിയത്തേയില്ല. കുറച്ച് കഴിഞ്ഞായിരിക്കും ത്വക്ക് അറിയുന്നത് നിങ്ങൾ മരിച്ചു എന്നുള്ളത്. നിങ്ങളുടെ കിഡ്നി അപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഓരോ അവയവങ്ങൾ. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ഒരു ന്യൂസ് പരക്കുന്നതുകൊണ്ടാണ്, ഓരോരുത്തർ ഇങ്ങനെ പരന്ന് വരുന്നതുകൊണ്ടാണ്. ഇനി മാത്രമല്ല, നമ്മളെന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല, നമ്മൾ ഒരുപാട് സബായിട്ടുള്ള, ഉദാഹരണം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ തന്നെ ബാക്ടീരിയകളുണ്ട്, വിരകളുണ്ട്, തലമുടിയിൽ പേനുണ്ട്, ഉള്ളിൽ പല ജീവികളുണ്ട്, സൂക്ഷ്മ പരാതങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ആവാസം, ഒരു ആൽമരമാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ പലതും അടുത്ത ദിവസം വരെയൊക്കെ ജീവിക്കും. ചിലപ്പോൾ സമ്പൂർണ്ണ ബ്രെയിൻ ഡെത്താണ് ഡെത്ത് എന്ന് പറയുന്നത് സാധനം. അതിനുശേഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. ഒരു കാര്യം എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളതാണ്, ഡെത്ത് എന്ന് പറയുന്ന സാധനം സംതിങ് യു ഡോണ്ട് ഹാവ് ടു വറി അറ്റ് ഓൾ. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത കാര്യമാണ് മരണം, മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യമാണ് ജീവിതം.